നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ വിസ്മയങ്ങൾ കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കേരള കോൺഗ്രസ് എമ്മിന് വാതിൽ തുറന്നിട്ടുകൊണ്ട് കോൺഗ്രസ് പുറത്ത് നിഷേധിക്കുന്നുണ്ടെങ്കിലും അണിയറയിൽ കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുന്നണിമാറ്റ ചർച്ചകൾക്ക് അതിവേഗം കൂടി. കുടുംബസമേതം ഗൾഫിലായിരുന്ന ജോസ് കെ മാണി തിരിച്ചെത്തിയാൽ പാർട്ടിയിൽ കൂടി ആലോചനകൾക്ക് മുറുക്കം കൂട്ടും. കേരള കോൺഗ്രസ് എമ്മിനെ മടക്കിക്കൊണ്ടുവരാനുള്ള സാധ്യതകൾ തുടർന്നും ആരായാൻ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ, പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല എന്നിവരുടെ കൂടി ആലോചനയിൽ ധാരണയായി. ജോസ് കെ മാണിയുമായിട്ടുള്ള ഈ നേതാക്കൾ ഇതിനു മുമ്പും ഒറ്റയ്ക്കും അല്ലാതെയും ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. സീറ്റുകൾ സംബന്ധിച്ച് ആശയങ്ങൾ കൈമാറിക്കഴിഞ്ഞു. UDFിൽ തിരിച്ചെത്തിയാൽ മാണി സി കാപ്പന്റെ സിറ്റിംഗ് സീറ്റായ പാലെ ജോസ് കെ മാണി ചോദിച്ചിട്ടുണ്ട് എന്നതാണ് അവശേഷിക്കുന്ന കടമ്പ. മുന്നണി മാറ്റത്തോട് മന്ത്രി റോഷി അഗസ്റ്റിൻ, റാണി MLA പ്രമോദ് നാരായൺ എന്നിവർ അനുകൂലിച്ചിട്ടില്ല. തലസ്ഥാനത്തെ LDF സമരവേദിയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ നേതാക്കളുമായി നിൽക്കുന്ന ചിത്രം തുടരും എന്ന അടിക്കുറപ്പോടെയാണ് റോഷി അഗസ്റ്റിൻ പങ്കുവച്ചത്. 2026 തുടരും എന്ന അടിക്കുറപ്പോടെയാണ് മുഖ്യമന്ത്രിമാരുടെ ചിത്രം പങ്കുവച്ച് പ്രമോദും ആ രാഷ്ട്രീയ നിലപാട് ഫേസ്ബുക്കിൽ വ്യക്തമാക്കി. ആശയക്കുഴപ്പമുണ്ടെങ്കിലും പാർട്ടി എടുക്കുന്ന തീരുമാനം എന്ന സൂചനയാണ് N ജയരാജ് പാർട്ടി കേന്ദ്രങ്ങൾക്ക് നൽകുന്നത്. മറ്റ് MLAമാരായ സെബാസ്റ്റ്യൻ കുളത്തുകുളങ്ങരയും ജോബ് മൈക്കിളും ജോസഫിനൊപ്പമാണ്. ഭൂരിപക്ഷം ജില്ലാ പ്രസിഡന്റുമാരും തന്റെ തീരുമാനത്തിനൊപ്പം നിൽക്കുന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ജോസ്. ഞങ്ങൾ കോൺഗ്രസിനൊപ്പമാണ്, നിങ്ങളും അതിന് തയ്യാറാകണമെന്ന് പ്രതീക്ഷിക്കുന്ന വ്യക്തമായ സന്ദേശം കേരള കോൺഗ്രസിന്റെ പിന്തുണയ്ക്കുന്ന സാമുദായിക നേതൃത്വം നൽകിയതോടാണ് കടുത്ത തീരുമാനത്തിലേക്ക് നീങ്ങാൻ ജോസ് സന്നദ്ധമായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ തിരിച്ചടി നേരിട്ടെങ്കിലും അണികളിലും രണ്ടാം നിര നേതൃത്വത്തിലും വലിയ ഭാഗം LDF വിടണമെന്ന ആവശ്യമാണ്. അതേസമയം CPMനും സർക്കാരിനെ തള്ളിപ്പറഞ്ഞ് പുറത്തുവരാൻ കാരണങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് ഒരു ഭാഗം നേതാക്കളും വാദിക്കുന്നത്. റോഷി അഗസ്റ്റിൻ അടക്കമുള്ളവരുടെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നതെന്ന് സൂചന കോൺഗ്രസ് നേതൃത്വത്തിന് ജോസ് നൽകി. ഒറ്റക്കെട്ടായ തീരുമാനം ജോസിന് എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ മറ്റൊരു പിറപ്പ് കേരള കോൺഗ്രസ് അഭിമുഖീകരിക്കുമോ എന്നതാണ്